കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന സർവശക്തൻ ഇന്നലെയും ഇന്നും എന്നേക്കും വാക്കുമാറാത്തവനാണ്. ദൈവത്തിൻ്റെ ദയ എത്രയോ വലുതാണ്. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. അവിടെ നമ്മെ അറിയുന്നു. നമ്മോട് സംസാരിക്കുന്ന ദൈവം ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു തരുന്നു. ഹോയുടെ വഴി സമുദ്രത്തിലും കൊടുങ്കാറ്റിലും മരുഭൂമിയിലുമുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത ഇടത്ത് വെളിപ്പെട്ടു വരുന്ന ദൈവത്തിൻ്റെ വഴിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ ചിന്തിക്കുന്നത് പോലെയുമല്ല ദൈവത്തിൻ്റെ വഴികൾ. നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ യുക്തിക്കോ തോന്നുന്നില്ല. ശരീരം നിർജ്ജീവമായി, സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായ ഇടത്ത് യാതൊരു സാധ്യതയുമില്ലാത്തപ്പോഴാണ് വാഗ്ദത്തം കേട്ടത്. അതാണ് വിശ്വസിക്കേണ്ടത്. 4-ാം ദിവസം നാറ്റം വെച്ചയിടത്തല്ലേ വിശ്വസിച്ചാൽ മഹത്വം കാണുമെന്ന് കർത്താവ് പറഞ്ഞത്. അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് മാർത്ത പറഞ്ഞത്, ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അതെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ആ പുനരുത്ഥാനത്തിൻ്റെ നാളിൽ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അതൊരു വലിയ ചിന്തയായിരുന്നു അവളെ സംബന്ധിച്ച്. മനുഷ്യമായിട്ട് ഇപ്പോൾ ഒന്നും നടക്കില്ല എന്ന് അകത്ത് ചിന്തിച്ച് ഉറപ്പിച്ച് താൻ പറഞ്ഞ വാക്കുകളാണ്. കല്ലർ നോക്കി ദിവസം കഴിഞ്ഞു, നാറ്റവും വെച്ചു. ഇനിയൊരു പ്രവൃത്തിക്ക് സാധ്യതയില്ല, നിർജ്ജീവമായി പോയി. അവിടെയാണ് കർത്താവിൻ്റെ വാക്കുകൾ. നമുക്കറിയാം, പള്ളിപ്രമാണിയുടെ മകൾ മരിച്ചു എന്ന് വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പള്ളിപ്രമാണിയോട് പറയുക, ഇനിയും ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, അതിനുവേണ്ടി ബുദ്ധിമുട്ടിക്കണ്ട, ഇങ്ങോട്ട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ വാക്ക് കേട്ടപ്പോഴാണ് യേശു പറഞ്ഞത്, പള്ളിപ്രമാണികൾ, നീ ആ വാക്ക് കാര്യമാക്കണ്ട, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇതാണ് പ്രിയരെ വിശ്വസിക്കുക എന്ന് പറയുന്ന സാഹചര്യം. നിങ്ങൾ നോക്കൂ, എല്ലായിടത്തും ഒരിക്കലും നടക്കത്തില്ല. ബുദ്ധി നോക്കിയാൽ, ടൈം നോക്കിയാൽ, കേട്ട ന്യൂസ് നോക്കിയാൽ, പക്ഷെ അവിടെ കർത്താവിൻ്റെ വാക്കിൻ്റെ ശക്തി വെളിപ്പെട്ട് വന്നത് നിങ്ങൾ മറന്നു പോകരുത്. പ്രതീക്ഷകൾക്കപ്പുറത്തും പ്രത്യാശ മങ്ങുന്നിടത്തും നിർജ്ജീവമായിടത്തും ന്യൂസിനെയും ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞയിടത്തും വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചെങ്കിൽ ഇന്ന് ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ചിലയിടത്തിറങ്ങി അത്ഭുതകരമായ വിടുതലുകൾ, ചിലതിനെ എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് ദേശത്തടയാളമാക്കി കുടുംബക്കാരുടെയും കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ, ചില ന്യൂസുകളുടെ മുമ്പിൽ, ചില ചർച്ചകളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറക്കാൻ അവിടുത്തേക്ക് ഇന്നും കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കരേറ്റാൻ തയ്യാറാകട്ടെ. ധൈര്യത്തോടെ പറ, കർത്താവിൻ്റെ ഒരു വാക്ക് മതി. ആ ഒരു വാക്കിൻ്റെ പ്രസക്തി ഇന്ന് പകൽ പുറപ്പെട്ടാൽ നിങ്ങൾ ചിന്തിക്കാത്ത തലത്തിൽ കൈവിട്ടുപോയ ചില വിഷയങ്ങൾ, നിയന്ത്രണം നഷ്ടപ്പെട്ടത്,
ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തത് ലോകത്തിൻ്റെ മുമ്പിൽ ചോദ്യമായി നിൽക്കുന്നതിനെ ദൈവാത്മാവ് പറയുന്നു ആശ്ചര്യ ചിഹ്നമായി മാറ്റാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട, ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട, ദൈവത്തിന് സ്തുതി കരയറ്റിക്കാട്ട. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 15-ാം വാക്യം. അവൻ്റെ വചനം 1000 തലമുറയോളവും അവൻ്റെ നിയമം എന്നേക്കും ഓർത്ത് കൊള്ളുവീൻ. ദൈവത്തിൻ്റെ പെട്ടകം ദാവീദ് ഓബേദവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതിനൊരുക്കിയ സ്ഥലത്ത് വെച്ച് ദൈവസന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനങ്ങളും കഴിച്ച് അവിടുത്തെ സന്നിധിയിൽ പാടി സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. ആ ദിവസം ആസാഫ് അവൻ്റെ സഹോദരന്മാർ മുഖാന്തരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ഇതേൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയരെ, ആരാധന യഥാസ്ഥാനത്തായപ്പോൾ, നിയമപ്രകാരം ആരാധിച്ചപ്പോൾ, ദൈവത്തിന് മുഴുവൻ മഹത്വം കൊടുത്തപ്പോൾ, ദൈവ സാന്നിധ്യത്തിൻ്റെ വ്യക്തമായ ഇടപെടിയിൽ മനസ്സിലാക്കിയപ്പോൾ അവർ ദൈവത്തിന് സങ്കീർത്തനം ചൊല്ലുകയാണ്, ഗീതങ്ങൾ പാടുകയാണ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ അത്ഭുതങ്ങൾ ഓർത്ത് അവർ ദൈവത്തിന് നന്ദി പറയുകയാണ്. 1 വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. അവനല്ലോ നമ്മുടെ ദൈവമായ യഹോവ. ഈ ദൈവത്തെ പോലെ, ഈ യാഹിനെ പോലെ, ഈ അത്യുന്നതനെ പോലെ വലിയൊരു ദൈവമില്ല. ഓബേദെദോന്റെ വീട്ടിൽ പെട്ടകിരുന്നപ്പോൾ അവനെയും അവനുള്ളതിനെയും സകലത്തെയും അനുഗ്രഹിച്ച ദൈവം അവനാണ് നമ്മുടെയും ദൈവം. പ്രാർത്ഥനയ്ക്ക്, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന തലമുറകളെയും നിങ്ങളുടെ കുടുംബത്തെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന, ആത്മാവിൽ നിങ്ങളെ ശക്തരാക്കുന്ന, ദേശത്ത് നിങ്ങളെ ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ അല്ലോ നമ്മുടെ ദൈവമായ യഹോവ. അടുത്ത ഭാഗമാണ് ഇവിടെ കുറിവാക്യം. അവൻ്റെ വചനം 1000 തലമുറയോളം. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഓരോ തലമുറ മാറുമ്പോഴും എല്ലാ തലമുറകളിലും ഇടപെടുന്ന വചനം, എല്ലാ തലമുറകളെയും സൗഖ്യമാക്കുന്ന വചനം, എല്ലാ തലമുറകളിലും ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് രൂപാന്തരപ്പെടുത്തുന്ന വചനം, എല്ലാ തലമുറകളിലും മാറ്റങ്ങൾ വരുത്തുന്ന വചനം, എല്ലാ തലമുറകളിലും സൗഖ്യം നൽകുന്ന വചനം, എല്ലാ തലമുറകളിലും വ്യക്തമായി വിടുതലിലേക്ക് കൊണ്ടുവരുന്ന ശക്തിയുള്ള വചനം ഇന്നു പ്രഭാതത്തിലും വെളിപ്പെടുക. 1000 തലമുറ എന്ന് പറയുമ്പോൾ തലമുറകൾ എത്ര മാറിയാലും വചനത്തിൻ്റെ ശക്തി മാറിയിട്ടില്ല. ഹല്ലേലൂയ. വചനം അയച്ച കാര്യം ആ തലമുറയിൽ സാധിപ്പിച്ചെങ്കിൽ ഇന്നത്തെ തലമുറയിലും, ഇന്നും നമ്മളായിരിക്കുന്ന ഈ തലമുറയിൽ അയച്ച കാര്യം സാധിപ്പിക്കുന്ന വചനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുക. പ്രിയരെ, തലമുറയായി ഈ വചനം മുറുകെ പിടിക്കണം. ഇതിനെ ആലിംഗനം ചെയ്യണം. ഇതിന് പ്രാധാന്യം കൊടുത്താൽ വചനത്തിൽ ആശ്രയിക്കുന്നവനെ ദയ ചുറ്റും. വചനത്തിൽ ആശ്രയിക്കുന്നവന് ശത്രുക്കളോട് മറുപടി പറയാൻ നന്മയ്ക്കായി ദൈവം അടയാളം കൊടുക്കും. അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. അവൻ്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളുക. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ നിയമം. അബ്രഹാമേ, ഈ ജനം പരദേശികളായി പ്രവാസത്തിലേക്കും, പക്ഷേ 400 സംവത്സരം കഴിയുമ്പോൾ ഞാൻ അവരെ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ടു ജീസസ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു,
നിന്റെ സന്തതി ഇവണ്ണം തന്നെയാകും. കടൽക്കരയിലെ മണൽത്തരികളെ പോലെയാകും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാകും, എണ്ണാൻ പറ്റില്ല. നീ കാൽ വെച്ച ദേശം ഞാൻ നിനക്ക് തരും. നിന്റെ പേര് ഞാൻ മാറ്റും. ബഹുജാതികൾക്ക് നിന്നെ ഞാൻ പിതാവാക്കും. നീ അനുഗ്രഹിച്ചാൽ അനുഗ്രഹമാണ്. നിന്നെ ആരെങ്കിലും ശപിച്ചാൽ അവർ ശപിക്കപ്പെടും. ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നീ തലപൊക്കി നോക്ക്, അതെല്ലാം ഞാൻ നിനക്ക് തരും. എത്രയോ വാഗ്ദത്തങ്ങൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. നോക്കൂ, അവൻ്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളുവിൻ. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞ നിയമം എന്നേക്കും ഓർത്തുകൊള്ളുവിൻ. ആ നിയമം നമ്മളോടുണ്ട്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിനക്ക് വേണ്ടി തുറക്കും, ഞാൻ നിന്നെ സൗഖ്യമാക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്റെ പ്രതിസന്ധികളെ മാറ്റും, സകല നുകത്തെ ഞാൻ പൊട്ടിക്കും. മാറുമോ? അബ്രഹാമിനോട് പറഞ്ഞ വാക്ക് എന്താണ്? ഈ ജനം പ്രവാസത്തിലേക്ക് പോകും. 400 സംവത്സരം കഴിഞ്ഞപ്പോൾ അടിമനുഖത്തെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട തൻ്റെ ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവന്നില്ലേ? നിയമം മാറ്റിയോ? 100-ാം വയസ്സിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ നിർജ്ജീവമായ ശരീരത്തിനകത്തേക്ക് സാറേ നീ ഒരു മകന് അണച്ചില്ലേ? ഗർഭപാത്രത്തിൽ ചിരി വന്നില്ലേ? എങ്ങനെ നടക്കുമെന്ന് ഉള്ളിൽ ചിരിച്ച നിന്നൊക്കെ പരസ്യമായി ചിരിക്കത്തക്ക രീതിയിൽ, സന്തോഷിക്കത്തക്ക രീതിയിൽ ദൈവം അടയാളം നൽകിയില്ലേ? സ്വന്തം മകനെ യാഗം കഴിക്കാൻ പറഞ്ഞ് അബ്രഹാമെ നീ അത് സ്റ്റെപ്പെടുത്തപ്പോൾ നിന്റെ വിശ്വാസത്തിൻ്റെ ശക്തിയാൽ അവിടുന്ന് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ചിരിക്കുന്നു. പേര് ചേഞ്ച് വരുത്തിയില്ലേ? വിശ്വാസികളുടെ പിതാവാക്കി മാറ്റിയില്ലേ? കാൽ വെച്ച ദേശം കൊടുത്തില്ലേ? അബ്രഹാം മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെട്ടില്ലേ? ആ അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ടില്ലേ? ഏത് നിയമമാണ് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞത് ദൈവം മാറ്റിയതെങ്കിൽ? ഒന്നും മാറ്റിയില്ലല്ലോ. അങ്ങനെയെങ്കിൽ നമ്മളോട് പറഞ്ഞ നിയമം, അവിടുത്തെ വാചനത്തിൻ്റെ ശക്തി ഈ പ്രഭാതത്തിൽ വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തു. ഒരു വലിയ ദൈവസാന്നിധ്യം ഇറങ്ങുകയാണ്. നിങ്ങളോട് ദൈവം പറഞ്ഞ നിയമങ്ങൾ അത് പാലിക്കാൻ ദൈവത്തിന് ഇപ്പോഴും കഴിയും. യേശുവിൻ്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പിതാക്കന്മാരോട് അങ്ങ് പറഞ്ഞ നിയമം നടപ്പിലാക്കി അവരോട് പറഞ്ഞ പ്രവചന ശക്തമായി അത് മാറ്റപ്പെട്ട വർഷങ്ങളായിരുന്നു. എന്നാൽ അത് നടക്കാൻ സാധ്യതയില്ലെന്ന് പലരും പറഞ്ഞപ്പോഴും റൈറ്റ് ടൈമിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി വാഗ്ദത്തം പുറത്തു കൊണ്ടുവന്ന ദൈവം ഞങ്ങളുടെ ദൈവമാണ്. 1000 തലമുറയായി വചനത്തിൻ്റെ ശക്തി നിലനിൽക്കുന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ വചനത്തിലൂടെ ജനം വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ. ചിലത് പുറത്തു വരട്ടെ, ചിലത് എഴുന്നേൽക്കട്ടെ, ചിലത് മൂവ് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം, സകല മഹത്വം വഹിക്കുക. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ സ്റ്റെപ്പെടുക്കൂ. നമ്മുടെ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം, തലമുറയായി വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കും. വചനത്തെ മുറുകെ പിടിക്കൂ. ഈ വചനം ശക്തിയോടെ നിങ്ങൾ വിളിച്ചു പറയൂ. അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.